പിന്നെ ഹായ് ഗൈസ്, ഇന്ന് രാവിലെ എണീറ്റിട്ട് ഷെൽഫ് നോക്കുമ്പോഴാണ് നമ്മുടെ ഹോട്ട് വീൽസ് എല്ലാം പൊട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എടുത്തുകൊണ്ട് പോയിട്ടൊന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം പെറുക്കിക്കൊണ്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചു. അതിന് തന്നെ ഒരു 10 മിനിറ്റ് കൂടുതൽ എടുത്തു. പിന്നെ ഞാനിരുന്ന് തുടയോട് തൊടാം. അതിന് എൻ്റെ അടുത്തൊരു സ്പ്രേ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പ്രേ അടിച്ചിട്ട് എല്ലാ വണ്ടി എടുത്ത് തുടച്ച് എൻ്റെ കൊഞ്ഞാ വാങ്ങിക്കൂട്ടി പോർത്തില്ലത് ഇത്രയും പാട് പിടിച്ച പണിയായിരുന്നു. എപ്പോഴും അമ്മ റാൻഡംലി അങ്ങ് തുടച്ച് പോണതല്ലാണ്ട് ഇത് ഓരോന്നെടുത്ത് തുടയ്ക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. തുടയ്ക്കുന്നതിനിടയിൽ ഞാൻ നൈസായിട്ട് ഡിസ്ട്രാക്ട് ആവണ്ടായി. അത് വീഡിയോയിൽ നിങ്ങൾ കാണുകയും ചെയ്യാം. എൻ്റെ അമ്മയെ സ്വന്തമായിട്ട് കാറൊക്കെ തുടങ്ങണം. വേറെ എല്ലാം കാര്യം ചെയ്യാനറിയോ? പിന്നെ ലോവറാ. അതിനിടയിൽ അമ്മ ഒന്ന് കമൻട്രി അടിച്ചു പോയി. പിന്നെ ഞാനിരുന്ന തുടയോട് തുടങ്ങി. ഇത്രയും കാറിൻ്റെ ഇടയിൽ നമ്മുടെ ആകെയുള്ളതൊരു ബൈക്കാണ് KTM RC 390. ഞങ്ങളുടെ കാർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ നീണ്ടു 1 മണിക്കൂർ തങ്കംപെട്ടിന് ശേഷം എല്ലാം തുടച്ചു. ഇനി ഇതെല്ലാം തിരിച്ചു വെക്കലാണ് അടുത്ത പരിപാടി. അങ്ങനെ തിരിച്ചു വെക്കുന്നതിനിടയിൽ ഞാനൊരു സത്യം മനസ്സിലാക്കി, ഇനി വെക്കാൻ ഇവിടെ സ്ഥലമില്ല. ഞാൻ ഇത്രയും ടൈം എടുത്തത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാലും അമ്മ ഒന്നൊരു തുണി കൊണ്ട് ഒറ്റ തൊട പടക്കട ഗുദാഹവ. അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.